ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി തിരുവചനത്തിൻ്റെ മുൻപിലേക്ക് കടന്നു വന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ക്രിസ്തുയേശുവിലുള്ള സ്നേഹവന്ദനം വളരെ വിനയപൂർവ്വം അറിയിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, തിരുവചനം ജീവനാണ്, ചൈതന്യമാണ്, അനുഗ്രഹമാണ്, ഒപ്പം ശാപവുമാണ്. ശുദ്ധമുള്ള ആവർത്തന പുസ്തകം അതിൻ്റെ 30-ാം അധ്യായം 1-ാം തിരുവചനത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഇങ്ങനെ പറയുന്നു: ഇന്ന് ഞാൻ നിൻ്റെ മുൻപിൽ വച്ചിരിക്കുന്ന അനുഗ്രഹവും ഒപ്പം ശാപവുമായിരിക്കുന്ന ഈ വചനങ്ങൾ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ജീവനുള്ള വചനം കേട്ടനുസരിച്ചാൽ അനുഗ്രഹമാണ്, അതല്ലെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശാപമാണ്. ഇന്ന് ഈ വചന ശുശ്രൂഷ ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എല്ലാവരും അനുഗ്രഹീതരാകട്ടെ എന്നുള്ള വലിയ ആശംസയോടെ, വലിയ പ്രാർത്ഥനയോടെ തിരുവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. തലപൊക്കി നോക്കുക എന്നുള്ള ഒരു ചിന്തയിലൂടെയാണ് ഇന്ന് നമ്മൾ കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നത്. ദുഃഖഭാരത്താലോ രോഗപീഠകളാലോ ശിരസ് കുനിഞ്ഞുപോയ ആരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നുണ്ട് എങ്കിൽ, അപമാനഭാരത്താലോ കടഭാരത്താലോ തല താഴ്ത്തപ്പെട്ടു പോയ ആരെങ്കിലും ഈ വചനം ശ്രവിക്കുന്നുണ്ട് എങ്കിൽ, സങ്കീർത്തനക്കാരൻ ഓർമ്മപ്പെടുത്തുകയാണ്: വാതിലുകളെ നിങ്ങളുടെ ശിരസ്സുകൾ ഉയർത്തുവിൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ മഹത്വത്തിൻ്റെ രാജാവ്, ഈ വീണ്ടെടുപ്പുകാരൻ, ഈ രക്ഷകൻ നിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുവാൻ ശിരസ്സുയർത്തണം. ഈ രക്ഷകൻ നിൻ്റെ ഹൃദയത്തിലുണ്ടോ? നിൻ്റെ ഉള്ളത്തിലുണ്ടോ? നിൻ്റെ ജീവിതത്തിലുണ്ടോ? ക്രിസ്തു ഉള്ളത്തിലുള്ളവരാണ് ക്രിസ്ത്യൻ എന്നറിയപ്പെടുന്നത്, ക്രിസ്ത്യാനി എന്നറിയപ്പെടുന്നത് എന്ന് ഒരു വട്ടം കൂടി ചിന്തിച്ചുകൊണ്ട് ഈ മഹത്വത്തിൻ്റെ രാജാവിനെ നമ്മുടെ ഉള്ളത്തിലേക്ക് പ്രവേശിക്കുവാൻ നമ്മുടെ ശിരസ്സുകളെ നമുക്കൊന്ന് ഉയർത്തി നോക്കാം. അതോടൊപ്പം തന്നെ ശിരസ്സുയർത്തിയ അവർ കണ്ട ചില കാഴ്ചകളിലേക്ക്, ചില വ്യക്തി അനുഭവങ്ങളിലേക്ക് ഞാൻ പ്രിയപ്പെട്ടവരെ നിങ്ങളെ എൻ്റെ കൂടെ ക്ഷണിക്കുകയാണ്. ശുദ്ധമുള്ള ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 22-ാം അധ്യായം 13-ാമത്തെ തിരുവചനം പരിശോധിക്കുമ്പോൾ, അബ്രഹാം തലപൊക്കി നോക്കി പിൻപുറത്ത് ഒരാട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നമുക്കറിയാമല്ലോ അബ്രഹാം പിതാവ് ആരാണ്? വിശ്വാസികളുടെ പിതാവാണ്. എങ്ങനെ വിശ്വാസികളുടെ പിതാവായി മാറി അബ്രഹാം? അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഒരുപാട് കുറവുകൾ ഉണ്ട് എന്ന് മറ്റുള്ളവർ അദ്ദേഹത്തിനെ പലപ്പോഴും ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു കൊണ്ടിരുന്നു. ഏറ്റവും പ്രധാനമായിട്ട് അദ്ദേഹത്തിന് ദൈവഹിതപ്രകാരമുള്ള പിൻതലമുറയുടെ അവകാശിയായി വരേണ്ട ഒരു മകൻ ഇല്ല എന്നുള്ളത് ഒരു കുറവായിട്ടാണ് പലരും കണ്ടിരുന്നത്. എന്നാൽ അബ്രഹാമിൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ ഒരിക്കൽ പോലും അബ്രഹാം പിതാവ് തനിക്കൊരു മകനില്ലല്ലോ എന്നൊരു കുറവ് ദൈവസന്നിധിയിൽ പറഞ്ഞതായിട്ട് നാം കാണുന്നില്ല. എന്നാൽ അബ്രഹാം പിതാവ്, പ്രിയപ്പെട്ടവരെ, നാം ഏറെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വലിയ ധനാഢ്യനായിരിക്കുന്ന, വലിയ മൃഗസമ്പത്തുള്ള, വലിയ കാർഷിക സമൃദ്ധിയുള്ള, ഒട്ടേറെ ദാസന്മാരുടെ യജമാനനായിരിക്കുന്ന എബ്രഹാം പിതാവ് തൻ്റെ ജീവിതത്തിൻ്റെ പ്രധാന സമയങ്ങളെല്ലാം ദൈവത്തോടൊപ്പം ചെലവഴിക്കുവാൻ, ആരാധനയോടൊപ്പം ചെലവഴിക്കുവാൻ മാറ്റിവെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അബ്രഹാം പിതാവ് ദൈവത്തോടൊപ്പം സഞ്ചരിച്ച ഒരു മനുഷ്യനായിട്ടാണ്, ഒരു പിതാവായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. വേദപുസ്തകം പരിശോധിക്കുമ്പോൾ ചില രാത്രിയുടെ യാമങ്ങളിലേക്ക് കടക്കുമ്പോൾ, സായാഹ്നത്തിൻ്റെ നെറുകയിൽ നിൽക്കുമ്പോൾ അബ്രഹാം പിതാവ് ദൈവത്തോടൊപ്പം കൈപിടിച്ചുകൊണ്ട് സമുദ്രതീരങ്ങളിലൂടെ മണൽപ്പരപ്പുകളെ തട്ടിത്തെറിപ്പിച്ച് അസ്തമന സൂര്യൻ്റെ പ്രകാശരശ്മികളേറ്റ് വിളങ്ങുന്ന ഈ മണൽത്തരികളെ നോക്കിയിട്ട് അബ്രഹാം പിതാവിനോട് ദൈവം കൽപ്പിക്കുന്നുണ്ട്, ദൈവം പറയുന്നുണ്ട്: അബ്രഹാമേ, ഈ മണൽത്തരികളെ ഒന്ന് നോക്കൂ. അബ്രഹാം പറയും: എത്ര മനോഹരമായിരിക്കുന്നു. ദൈവം ചിരിച്ചു ചോദിക്കുകയാ: നിനക്കതൊന്ന് എണ്ണാൻ സാധിക്കുമോ? അബ്രഹാം മറുപടി പറയുന്നുണ്ട്: എണ്ണിക്കൂടാൻ സാധിക്കുന്നതിലും അധികമാണത്. എന്നാൽ
പ്രിയപ്പെട്ടവരെ, ദൈവത്തോടൊപ്പം സഞ്ചരിച്ച, എന്നാൽ ദൈവത്തോട് പ്രത്യേകിച്ച് ഒരാവശ്യവും പറയാതിരുന്ന അബ്രഹാമിൻ്റെ ഹൃദയത്തിലെ വികാരത്തിനെ മാനിച്ചുകൊണ്ട് ദൈവം പറയുകയാ, ഇതുപോലെ ഞാൻ നിനക്ക് സന്തതികളെ തരുമെന്ന്. പ്രിയപ്പെട്ടവരെ, മറ്റൊരു സായാഹ്നത്തിൽ ആകാശമേഘങ്ങളിലേക്ക് നോക്കിയിട്ട് പിതാവായ ദൈവം അബ്രഹാമിനോട് ചോദിക്കുന്നുണ്ട്, എത്രയെത്ര നക്ഷത്രങ്ങളാണ് അവിടെയുള്ളത്, നിനക്കതൊന്ന് എണ്ണാമോ? അബ്രഹാം പറയുന്നുണ്ട്, ഇല്ല പിതാവേ, അതിമനോഹരമായിരിക്കുന്ന ഈ കാഴ്ച, അതിമനോഹരമായിരിക്കുന്ന നക്ഷത്രങ്ങൾ വിവിധ വലിപ്പങ്ങളിൽ, വിവിധ രൂപങ്ങളിൽ, എനിക്കത് എണ്ണിക്കൂടാതെ വണ്ണം അനവധിയാണ്. അപ്പോൾ ദൈവം പറയുകയാണ്, അബ്രഹാമേ, നിനക്ക് ഞാൻ ഇതുപോലെ സന്തതികളെ തരുമെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ആവശ്യങ്ങളിലും നേർച്ചകളും കാഴ്ചകളും വഴിപാടുകളുമായി നാം കടന്നു പോകുമ്പോൾ ദൈവത്തോടൊപ്പം സഞ്ചരിക്കുവാൻ, ദൈവത്തോടൊപ്പം ചേർന്നിരിക്കുവാൻ നാം സമയം കണ്ടെത്താറുണ്ടോ? ഏദൻ തോട്ടത്തിൽ തൻ്റെ സൃഷ്ടിയായ ആദാമിനെ തേടി വന്ന ദൈവം ഓരോ സായാഹ്നത്തിലും ആദാമിൻ്റെ കരം പിടിച്ചുകൊണ്ട് ഏദൻ തോട്ടത്തിൻ്റെ ഓരോരോ കൈവഴികളിലൂടെ സഞ്ചരിച്ചു എന്ന് നാം പഠിക്കുന്നുവെങ്കിൽ, ഈ ദൈവത്തോടൊപ്പം നീ സഞ്ചരിച്ചാൽ, ഈ ദൈവത്തോടൊപ്പം നീ ഒന്ന് ചേർന്നിരുന്നാൽ, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ, നിന്റെ ഹൃദയത്തിലെ ആവശ്യങ്ങൾ ഈ സ്വർഗത്തിലെ ദൈവം നടത്തിത്തരും. അതെ, അബ്രഹാമിന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും അബ്രഹാം അത് ദൈവസന്നിധിയിൽ വിളിച്ചു പറഞ്ഞിട്ടില്ല, അലമുറയിട്ട് കരഞ്ഞിട്ടില്ല, മുട്ടുമടക്കി യാചിച്ചിട്ടില്ല. എന്നാൽ അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ മാനിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവം, ആ വചനമായ ദൈവം ഇന്നും ജീവിക്കുന്നവനാണ്. ആ ദൈവത്തോടൊപ്പമാണ് പ്രിയപ്പെട്ടവരെ നാമും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ 25 വർഷക്കാലം ഈ വാഗ്ദത്തം കിട്ടിയിട്ട് ആ വാഗ്ദത്തം നിറവേറുവാൻ കാത്തിരുന്ന അബ്രഹാം പിതാവിന് പൊന്നോമന പുത്രനെ ലഭിക്കുന്നു, ഇസഹാക്കിനെ ലഭിക്കുന്നു. താഴെ വെച്ചാൽ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാൽ പേനരിക്കും. താഴെ വെക്കാതെ മുകളിൽ വെക്കാതെ പ്രിയപ്പെട്ടവരെ, ആരാധനയ്ക്കുള്ള സമയം പോലും ഈ കൊച്ചു പൈതലിൻ്റെ കൂടെ അബ്രഹാം പിതാവ് ചെലവഴിച്ചുകൊണ്ട്, അതേ ദൈവത്തോടൊപ്പം സഞ്ചരിച്ചിരുന്ന അബ്രഹാം പിതാവ് പലപ്പോഴും തൻ്റെ പൊന്നോമന പുത്രനായിരിക്കുന്ന ഇസഹാക്കിൻ്റെ കൂടെ ചെലവഴിക്കുന്നതായിട്ട് വേദപുസ്തകം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരും. എന്നാൽ യൗവനത്തിലേക്ക് കടക്കും മുമ്പ് ഈ യുവാവായിരിക്കുന്ന ഇസഹാക്കിനെ കുറിച്ച് ദൈവീകമായ വെളിപ്പെടുത്തൽ പ്രിയപ്പെട്ടവരെ അബ്രഹാം പിതാവിന് ലഭിക്കുകയാണ്. അവനെ ബലിയർപ്പിക്കണം. മാനുഷികമായ ചിന്തയിൽ നോക്കുമ്പോൾ ഒരു നടുക്കത്തോടെ മാത്രമേ അബ്രഹാം പിതാവ് ഇത് സ്വീകരിച്ച് കാണാൻ സാധ്യതയുള്ളൂ. എന്നാൽ ദൈവിക ചിന്തയെ മുറുകെ പിടിച്ച്, ദൈവത്തെ മുറുകെ പിടിച്ച് നടന്ന അബ്രഹാം പിതാവ് തനിക്ക് ലഭിച്ചിരിക്കുന്ന വാഗ്ദത്തം നിറവേറണമെങ്കിൽ ഈ സന്തതി നിലനിൽക്കേണ്ടത് ദൈവിക കൽപ്പനയുടെ പൂർത്തീകരണത്തിന് ആവശ്യമാണെന്നുള്ള ഉത്തമ ബോധ്യം ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ കൽപ്പന അതേപടി മാനിക്കുകയാണ്. തൻ്റെ മകനെയും വിറകുകെട്ടുകളെയും കൊണ്ട്, കത്തിയും ധൂപകലശവും കൊണ്ട് പ്രിയപ്പെട്ടവരെ മോറിയ മലയുടെ മുകളിലേക്ക് കടക്കുകയാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. മോറിയ മലയിലേക്ക് കടന്നു പോകുമ്പോൾ, അതിൻ്റെ പടവുകൾ താണ്ടുമ്പോൾ ഈ ഇസഹാക്ക് അബ്രഹാമിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അബ്രഹാമിൻ്റെ ഹൃദയത്തിൽ ഒരു ബലിയർപ്പണം ആരംഭിക്കുന്ന, കേട്ടു നിൽക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ചങ്ക് കീറുന്ന ഒരു ചോദ്യം. അപ്പാ, കത്തിയുണ്ട്, വിറകുണ്ട്, ബലിക്കുള്ള മൃഗമെവിടെ? അബ്രഹാം പിതാവ് വിങ്ങുന്ന ഹൃദയത്തോടെ ആയിരിക്കാം മകനോട് പറഞ്ഞത്, ദൈവം കരുതിക്കൊള്ളുമെന്ന്. എന്നാൽ പ്രിയപ്പെട്ടവരെ, മോറിയ മലയുടെ മുകളിൽ സംഭവിച്ചത് നമുക്കറിയാം. വിറക് കെട്ടുകൾ അടുക്കി വെച്ച് ബലിപീഠമുണ്ടാക്കി തൻ്റെ മകൻ്റെ കയ്യും കാലും കൂട്ടിക്കെട്ടി ആ ബലിപീഠത്തിൻ്റെ മുകളിൽ നിറഞ്ഞ കണ്ണുകളോടെ അവനെ സമർപ്പിച്ച് പിതാവാം ദൈവത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് ശിരസുയർത്തി അവനെ അറുക്കുവാൻ കത്തിയുയർത്തിയപ്പോൾ സ്വർഗത്തിലെ ദൈവം ആ കത്തിമേൽ പിടിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിൻ്റെ കഷ്ടതയുടെ, നിൻ്റെ പിരിമുറുക്കങ്ങളുടെ, നിൻ്റെ പീഡനത്തിൻ്റെ നാളുകൾ എത്ര എണ്ണപ്പെട്ടതാണെങ്കിലും അതിൻ്റെ അന്തിമം
എൻ്റെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരങ്ങളിലാ. പ്രിയപ്പെട്ടവരെ, നീ അവനിൽ സമർപ്പിക്കുന്നുവെങ്കിൽ, ഈ അബ്രഹാം പിതാവ് തൻ്റെ മകനെ ആ ബലിപീഠത്തിൽ കിടത്തിയതുപോലെ, പ്രിയപ്പെട്ടവരെ, ഹൃദയമാകുന്ന ബലിപീഠത്തിൽ പിതാവാം ദൈവത്തിന് മുന്നിൽ കണ്ടുകൊണ്ട് നിന്റെ പ്രശ്നങ്ങളെ നീ സമർപ്പിക്കുമെങ്കിൽ, ആ പ്രശ്നങ്ങൾക്ക് നേരെ കൂരമ്പ് പോലെ പാഞ്ഞു വരുന്ന സകല ആയുധങ്ങളുടെ മേലും, സകല ജപ്തി നോട്ടീസുകളുടെ മേലും, സകല കടബാധ്യതകളുടെ മേലും എൻ്റെ സ്വർഗത്തിലെ ദൈവം ഇടപെടുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ കാണുന്നു 22:13, അബ്രഹാം തലപൊക്കി നോക്കി. അതേ പ്രിയപ്പെട്ടവരെ, ഒരു ദൈവീക ശബ്ദം കേൾക്കുന്നുണ്ട്. അബ്രഹാമേ, നീ മകൻ്റെ മേൽ കൈവയ്ക്കരുത്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അബ്രഹാം തലപൊക്കി നോക്കുകയാണ്, ചുറ്റുവട്ടത്തിലേക്ക് നോക്കുകയാണ്. ഇതാ പിൻപുറത്ത് ഒരാട്ടുകൊറ്റൻ കാട്ടുവള്ളികളാൽ ശിരസ് ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്. എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നിന്റെ പ്രശ്നങ്ങളിൽ നീ തല താഴ്ത്തപ്പെട്ടു പോയവനാണെങ്കിൽ, നിന്റെ നിരാശയിൽ നീ തല താഴ്ത്തപ്പെട്ടു പോയവനാണെങ്കിൽ, അപമാന ഭാരത്താൽ നീ തല താഴ്ത്തപ്പെട്ടു പോയവനാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിന്റെ മുൻപിൽ ക്രിസ്തുവുണ്ട്, നിന്റെ മുൻപിൽ രക്ഷകനുണ്ട്, വീണ്ടെടുപ്പുകാരനുണ്ട് എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ നീ ഒന്ന് ശിരസുയർത്തുന്നുവെങ്കിൽ, ഒരു വിളിപ്പാടകലെ, ഒരു കൈപ്പാട് ദൂരത്തിൽ നിന്റെ പ്രശ്നത്തിന് പരിഹാരമുണ്ട്, നിന്റെ പ്രശ്നത്തിന് പരിഹാരകനുണ്ട്. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിൻപുറത്ത് ഒരാട്ടുകൊറ്റൻ. പ്രിയപ്പെട്ടവരെ, അബ്രഹാം പിതാവ് തൻ്റെ മകൻ്റെ കാലുകളിലെ കെട്ടഴിച്ചു. കോലാട്ടുകൊറ്റൻ്റെ കാലുകൾ കൂട്ടിക്കെട്ടി തൻ്റെ മകൻ്റെ കയ്യിൽ നിന്ന് കെട്ടഴിച്ചു. കോലാട്ടുകൊറ്റൻ്റെ കൈകളിൽ കൂട്ടിക്കെട്ടി. ആ കോലാട്ടുകൊറ്റൻ്റെ ശിരസിന്മേൽ, പ്രിയപ്പെട്ടവരെ, ബന്ധിക്കപ്പെട്ടിരുന്ന കാട്ടുവള്ളികളാലുള്ള ആ കെട്ട് അവൻ അഴിച്ചു മാറ്റി. അതേ ആ കോലാട്ടുകൊറ്റനെ ബലിപീഠത്തിൽ കിടത്തി അവൻ തൻ്റെ മകന് പകരം ഹോമയാഗം സമർപ്പിക്കുകയാണ്. ആ കോലാട്ടുകൊറ്റനെ ബലിയർപ്പിക്കുകയാണ്. അതേ പ്രിയപ്പെട്ടവരെ, നിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ, നിന്റെ മരണം കാത്തു നിൽക്കുന്ന, നിന്റെ തകർച്ച കാത്തു നിൽക്കുന്ന അനേകരുടെ മധ്യത്തിൽ സ്വർഗത്തിലെ ദൈവത്തിലെ നീ പൂർണ്ണമായി വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ നിനക്ക് പരിഹാരകനാണ്. അതേ പ്രിയപ്പെട്ടവരെ, തൻ്റെ തറവാട് മുറ്റത്ത് ഒരു വിലാപ പന്തൽ ഉയരാതിരിക്കാൻ അല്പനിമിഷങ്ങൾക്കകം മടങ്ങി വരുമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടെ കരം വിടുവിച്ച് കടന്നു പോന്ന ആ ഭവനത്തിൽ മകനെ കാത്തിരിക്കുന്ന സാറായുടെ കണ്ണുനീർ പൊടിയാതിരിക്കാൻ ഇത് അബ്രഹാം പിതാവ് തൻ്റെ മകന് പകരമായി ഒരു ഹോമയാഗം സമർപ്പിക്കുന്നുവെങ്കിൽ, ഹോമയാഗത്തിനായി കരുതി വെച്ച കോലാട്ടുകൊറ്റനെ ഒരുക്കി കൊടുത്തത് സ്വർഗത്തിലെ ദൈവമാണ്. നിന്റെ പ്രശ്നങ്ങളുടെ പരിഹാരം, നിന്റെ പ്രശ്നത്തിൻ്റെ പരിഹാര ബലി എൻ്റെ സ്വർഗത്തിലെ ദൈവം കരുതിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നീ ഒന്ന് ശിരസുയർത്തി നോക്കണം, നീ ഒന്ന് തല ഉയർത്തി നോക്കണം. ശുദ്ധമുള്ള ലേവ്യ പുസ്തകം അതിൻ്റെ 4-ാം അധ്യായം 22-ാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും ഒരു പാപപരിഹാര ബലി എങ്ങനെ സമർപ്പിക്കണമെന്ന്. ഊനമില്ലാത്ത ആൺകോലാടിനെ സമർപ്പിക്കണം. അതിനെ ബലിപീഠത്തിന് മുൻപിൽ കൊണ്ടുവന്ന് ആടിൻ്റെ ശിരസിന്മേൽ കൈവച്ച് മുഴുവൻ പാപവും അതിൻ്റെ മേലേക്ക് പകർന്ന് ഹോമയാഗ മൃഗത്തിനെ അറുക്കുന്ന സ്ഥലത്ത് വെച്ച് ഈ കോലാട്ടുകൊറ്റനെ, ഊനമില്ലാത്ത ആൺകോലാടിനെ അറുക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇസഹാക്കിന് പകരമായി അറുക്കപ്പെടുവാൻ ഒരു കോലാട്ടുകൊറ്റനെ സ്വർഗത്തിലെ ദൈവം ഒരുക്കി വെച്ചുവെങ്കിൽ, നിന്റെ പ്രശ്നത്തിൻ്റെ പരിഹാരകനായി മുൾക്കിരീടം ധരിച്ച ഒരു കോലാട്ടുകൊറ്റൻ അറുക്കപ്പെടുവാൻ ശിരസ്സുകുനിച്ചു നിൽക്കുന്നുണ്ട്. നീ പൂർണ്ണമായി മനസ്സിലാക്കണം, നിന്റെ പ്രശ്നത്തിന്, നിന്റെ പാപത്തിന് പരിഹാരമുണ്ട്, വിടുതലുണ്ട്. നിന്റെ കെട്ടുകൾ അഴിക്കപ്പെടും, നിന്റെ ബന്ധനങ്ങൾ തകർക്കപ്പെടും. ഒരു കോലാട്ടുകൊറ്റൻ നിനക്ക് ബലിയായി അർപ്പിക്കപ്പെടുവാൻ മുൾക്കിരീടമെന്ന, മുൾമുടിയെന്ന ആ കാട്ടുവള്ളികളാൽ മെനഞ്ഞെടുത്ത കാരിരുമ്പാണികളെക്കാൾ മൂർച്ചയുള്ള മുൾക്കിരീടം ധരിച്ച ഒരു കോലാട്ടുകൊറ്റൻ. അതേ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ശിരസ്സൊന്ന് ഉയർത്തി നോക്കണം. പ്രിയപ്പെട്ടവരെ, രണ്ടാമതായി
ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 21 അധ്യായം 13 വാക്യം പരിശോധിക്കുമ്പോൾ യേശു ക്രിസ്തു ശിരസ്സുയർത്തി നോക്കിയതായി നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ആലയത്തിലിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന, ആലയത്തിൽ ദൈവത്തിൻ്റെ യേശു ക്രിസ്തുവിൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്ന അനേകർ വഴിപാട് സമർപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, യേശു ആ വഴിപാട് സമർപ്പിക്കുന്നവരെ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാ, നോക്കിക്കൊണ്ടിരിക്കുകയാ. അവിടെ ദരിദ്രയായിരിക്കുന്ന ഒരു സ്ത്രീ 2 ചില്ലിക്കാശ്, അതെ, അതിസമ്പന്നരായിരിക്കുന്ന പലരും വൻ തുകകൾ ഓഫർ ചെയ്യുമ്പോൾ, വൻ തുകകൾ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുമ്പോൾ, ഈ ദരിദ്രയായിരിക്കുന്ന യുവതി 2 ചില്ലിക്കാശ് ആ നേർച്ചപ്പെട്ടിയിലിടുകയാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, ഈ സ്ത്രീയാണ് ഏറ്റവും കൂടുതൽ കാഴ്ച സമർപ്പിച്ചത്. കാരണം അവൾ ഇല്ലായ്മയിൽ നിന്ന് ഇട്ടിരിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, നമ്മളും വഴിപാട് കൊടുക്കുന്നവരാണ്, നമ്മളും നേർച്ചയിടുന്നവരാണ്. യേശു ക്രിസ്തു ഈ ദരിദ്രയായിരിക്കുന്ന സ്ത്രീ നേർച്ചയിട്ട പാത്രത്തിലേക്കല്ല നോക്കിയത് എന്ന് നാം മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, യേശു എവിടേക്കാണ് നോക്കിയത്? യേശു നോക്കുമ്പോൾ അനേകർ ഈ പാത്രത്തിലേക്ക് പണമിടുന്നുണ്ട്. ഈ സ്ത്രീ വളരെ വേവലാതിയോടെ അവരുടെ ഭണ്ഡാരം പരിശോധിക്കുന്നു, അവരുടെ മടിശീല പരിശോധിക്കുന്നു, അവർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മുഴുവൻ സ്ഥലങ്ങളും അവർ പരിശോധിക്കുന്നു. എത്രയേറെ പരിശോധിച്ചിട്ടും 2 ചില്ലിക്കാശ്. നാളത്തേക്ക് യാതൊന്നുമില്ല. ഒരു കട്ടൻ കാപ്പി കുടിക്കാൻ, ഒരു ബിസ്ക്കറ്റ് വാങ്ങാൻ നാളത്തേക്ക് ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, മുൻപിൽ നിൽക്കുന്ന എല്ലാം നൽകാൻ കഴിവുള്ളവനിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ആ ദരിദ്രയായിരിക്കുന്ന യുവതി അവളുടെ മുഴുവൻ സമ്പാദ്യവും നേർച്ചപ്പെട്ടിയിലിടുന്നു. അപ്പോഴാണ് യേശു പറയുന്നത്, ഇവൾ പൂർണ്ണമായും ഇട്ടു എന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇട്ടിടത്തേക്കല്ല, എവിടെ നിന്നാണ് എടുത്തത് എന്നാണ് തമ്പുരാൻ നോക്കിയത്. എടുത്ത സ്ഥലത്തേക്ക് നോക്കുമ്പോൾ അവിടെ ഇനി മറ്റൊന്നും അവശേഷിക്കുന്നില്ല, പൂർണ്ണമായി കൊടുത്തു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ കൊടുത്തത് പൂർണ്ണമായിട്ടാണോ? ഹൃദയമായാലും നേർച്ചയായാലും വഴിപാടായാലും പൂർണ്ണമായിട്ടാണോ? മുഴുവൻ മനസ്സോടെയാണോ? നിറഞ്ഞ ഹൃദയത്തോടെയാണോ? യെശയ്യാ പ്രവചനം 1 അധ്യായം വെളിപ്പെടുത്തുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കാൻ കൈമലർത്തുമ്പോൾ സ്വർഗത്തിലിരുന്നു കൊണ്ട് എൻ്റെ കണ്ണ് ഞാൻ മറച്ചു കളയും, കാരണം നിൻ്റെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, നേർച്ച അർപ്പിക്കുന്നതിന് മുൻപ്, പ്രാർത്ഥിക്കുന്നതിന് മുൻപ്, ആരാധനയ്ക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ കരങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കാം. അരുതാത്തത് എന്തെങ്കിലും പിടിച്ചതിൻ്റെ കറ നമ്മുടെ കരങ്ങളിലുണ്ടോ? പ്രിയപ്പെട്ടവരെ, അരുതാത്തത് എന്തെങ്കിലും തട്ടിപ്പറിച്ചെടുത്തതിൻ്റെ എന്തെങ്കിലും കറ നമ്മുടെ കരങ്ങളിലുണ്ടോ? പ്രിയപ്പെട്ടവരെ, ആരുടെയെങ്കിലും അന്യായമായ രക്തം, വിയർപ്പ് നമ്മുടെ കരങ്ങളിലുണ്ടോ? ആ നേർച്ച ഒരുപക്ഷെ തമ്പുരാൻ സ്വീകരിച്ചു എന്ന് വരില്ല, അവൻ കണ്ണടച്ചേക്കാം. പ്രിയപ്പെട്ടവരെ, മൂന്നാമതായിട്ട് വീണ്ടും ശിരസ്സുയർത്തി നോക്കിയത് എവിടെയാണ്? ഉൽപ്പത്തി പുസ്തകം പരിശോധിക്കുമ്പോൾ അതിൻ്റെ 33 അധ്യായം 1 തിരുവചനത്തിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വന്തം ചേട്ടനെ പറ്റിച്ച്, സ്വന്തം അപ്പനെ പറ്റിച്ച്, സ്വന്തം അമ്മാനപ്പനെ പറ്റിച്ച് നീണ്ട 21 വർഷക്കാലം പ്രവാസ ജീവിതം നയിച്ച് അവിടെ നിന്ന് സ്വന്തം ഭവനത്തിലേക്ക്, പിതൃഭവനത്തിലേക്ക്, സ്വന്തം ജ്യേഷ്ഠൻ്റെ അടുത്തേക്ക് തിരിച്ചു വരുന്ന യാക്കോബ്, പ്രിയപ്പെട്ടവരെ, സ്വന്തം ചേട്ടനെ പറ്റിച്ചപ്പോൾ കൊല്ലാൻ ശ്രമിച്ച ഏശാവിൻ്റെ തിരുസന്നിധിയിലേക്ക് ഭയപ്പാടോടെ ഇതാ യാക്കോബ് മടങ്ങി വരികയാണ്. യാക്കോബ് മടങ്ങി വരുമ്പോൾ അവൻ ശിരസ്സുയർത്തി നോക്കുന്നു. 400 സേവകർ, പ്രിയപ്പെട്ടവരെ, സ്വന്തം ചേട്ടൻ്റെ 400 പടയാളികൾ, 400 സേവകർ ഇതാ കടന്നു വരുന്നു. യാക്കോബിൻ്റെ ഉള്ളം പിടയ്ക്കുകയാണ്. ഇതെന്തിനു വേണ്ടിയാണ്? തന്നെ സ്വീകരിക്കാനാണോ അതോ തന്നോട് പ്രതികാരത്തിന് വേണ്ടിയിട്ടാണോ? അവൻ ശിരസ്സുയർത്തി നോക്കി. എന്നാൽ പ്രിയപ്പെട്ടവരെ, വീണ്ടും 33 വാക്യം നോക്കുമ്പോൾ യാക്കോബിൻ്റെ ചേട്ടനായിരിക്കുന്ന ഏശാവ് ശിരസ്സുയർത്തി നോക്കിയതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അവൻ ശിരസ്സുയർത്തി നോക്കിയപ്പോൾ അവൻ്റെ അനുജനും അനുജൻ്റെ ഭാര്യമാരും അവരുടെ മക്കളും ദാസീദാസന്മാരും
ചേട്ടനായ എനിക്ക് വേണ്ടി, ചേട്ടനായിരിക്കുന്ന ഏശാവെന്ന് എനിക്ക് വേണ്ടി കൊടുത്തുവിട്ട സമ്മാനങ്ങളായിരിക്കുന്ന ആടുമാടുകളടക്കം ഒട്ടേറെ കാഴ്ചകൾ അവൻ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, ഭയപ്പാടോടെ യാക്കോബ് തൻ്റെ ജ്യേഷ്ഠനെ സമീപിക്കുമ്പോൾ നിറഞ്ഞ ഹൃദയത്തോടെ യാക്കോബിനെ അവൻ ഏശാവ് സ്വീകരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഭയവിഹ്വലതയോടെ ആരെങ്കിലും ജീവിക്കുന്നുണ്ടോ? തൻ്റെ ശത്രു തന്നെ ആക്രമിക്കാൻ വരുമെന്നുള്ള ബോധ്യത്തോടെ, അങ്ങനെയൊരു ചിന്തയോടെ, അങ്ങനെയൊരു പേടിയോടെ, പാപഭാരത്തോടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ട് എങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇവിടെ ഏശാവും യാക്കോബും കെട്ടിപ്പുണരുകയാണ്, അന്യോന്യം ചുംബിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, യാക്കോബ് തൻ്റെ ചേട്ടൻ്റെ പാദപീഠത്തിൽ പലവട്ടം സാഷ്ടാംഗം വീഴുകയാണ്. ഈ വചനത്തിൻ്റെ മുൻപിലായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഭയത്തോടെ നീ നിൻ്റെ ശത്രുവിനെ കാണുന്നുണ്ടെങ്കിൽ അവനെ സ്നേഹത്തോടെ ഒന്ന് ചേർത്ത് പിടിച്ചാൽ, ഒന്ന് ചുംബിച്ചാൽ, ഒന്ന് കെട്ടിപ്പിടിച്ചാൽ തീരാവുന്നതേയുള്ളൂ. ഇന്ന് നിൻ്റെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും, നിൻ്റെ കുടുംബക്കാർ പലരും ഇന്ന് നിനക്കെതിരായി നിൽക്കുന്നുണ്ട് എങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഒന്ന് കെട്ടിപ്പിടിച്ചാൽ, ഒന്ന് പൊട്ടിക്കരഞ്ഞാൽ, ഒന്ന് സാഷ്ടാംഗം വീണാൽ അവിടെ തീരാവുന്നതേയുള്ളൂ. നിൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, നിൻ്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ നീ ഒന്ന് ശിരസുയർത്തി നോക്കണം. എന്താണ് ചുറ്റും നടക്കുന്നത്? എന്താണ് ചുറ്റും കാണുന്നത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, തമ്മിൽ മത്സരിച്ച്, തമ്മിൽ ശത്രുത ഏറ്റെടുത്തുകൊണ്ട് കൊല്ലാനും ചാവാനും നിന്ന ഏശാവും യാക്കോബും, പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 35 അധ്യായത്തിൻ്റെ 21 വാക്യം പരിശോധിക്കുമ്പോൾ, അവരുടെ പിതാവ് കാലപൂർണതയെത്തി മരണം പൂകി ആ പിതാവിനെ അവൻ്റെ ശിരസിൻ്റെ ഇരുവശവും നിന്ന് ഒരു മനസ്സോടെ ഈ മക്കൾ അടക്കം ചെയ്തതായി തിരുവചനം പഠിപ്പിക്കുകയാണ്. ഇന്ന് മരണം പോലും ചേട്ടനെയും അനിയനെയും ഭിന്നിപ്പിച്ചു നിർത്തുമ്പോൾ, ഇന്ന് എന്നെ കേൾക്കുന്ന, ഈ ജീവനുള്ള വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ, സുഹൃത്തുക്കൾ തമ്മിൽ ഇല്ലായ്മയുടെ പേരിൽ, വല്ലായ്മയുടെ പേരിൽ, ചതിച്ചതിൻ്റെ പേരിൽ, വഞ്ചിച്ചതിൻ്റെ പേരിലുള്ള സകല ശത്രുതയും അവസാനിപ്പിക്കുവാൻ, ഒന്ന് കെട്ടിപ്പിടിക്കുവാൻ, ഒന്ന് പൊട്ടിക്കരയുവാൻ, ഒന്ന് സാഷ്ടാംഗം പ്രണമിക്കുവാൻ, ചേട്ടനെ അംഗീകരിക്കുവാൻ, അനിയനെ സ്നേഹിക്കുവാൻ മനസ്സാകുന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, മരണം പോലും നമ്മുടെ ഇടയിൽ നിന്ന് മാറിപ്പോകും. അത് സന്തോഷത്തിൻ്റെ അവസ്ഥയിലേക്ക് കടന്നു വരും. അതേ, തങ്ങളുടെ പിതാവിനെ ഈ ചേട്ടനും അനുജനും ചേർന്ന് അതേ തമ്മിൽ കണ്ടാൽ ശത്രുതയോടെ കൊല്ലുവാൻ ഭാവിച്ചു നടന്ന, മരണത്തിനെ മുന്നിൽ കണ്ടുകൊണ്ട് നടന്ന ഈ ജ്യേഷ്ഠനും അനുജനും ചേർന്ന് നിന്ന് അപ്പൻ്റെ ശവസംസ്കാരം ഒരു മനസ്സോടെ നടത്തി. നിൻ്റെ കുടുംബത്തിലെ ആവശ്യങ്ങൾ ഒരു മനസ്സോടെ നടത്തുവാൻ, നിൻ്റെ കുടുംബത്തിലെ ആവശ്യങ്ങളുടെ മധ്യത്തിൽ ഒരേ ഹൃദയത്തോടെ ചേർന്ന് നിൽക്കുവാൻ, അതേ നിൻ്റെ സഹോദരനെ ഒന്ന് കെട്ടിപ്പിടിച്ച്, ഒന്ന് പൊട്ടിക്കരഞ്ഞ്, ഒന്ന് സാഷ്ടാംഗം പ്രണമിക്കുവാൻ ഈ ശുശ്രൂഷ മുഖാന്തരമാകട്ടെ. പ്രിയപ്പെട്ടവരെ, ശുദ്ധമുള്ള യെശയ്യാ പ്രവചനം 53 അധ്യായം 4 വാക്യത്തിൽ, പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഇങ്ങനെ ബോധ്യപ്പെടുത്തുകയാണ്. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യം നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, നിന്റെ ജീവിതത്തിലെ രോഗങ്ങൾക്ക് സൗഖ്യം, നിന്റെ ജീവിതത്തിലെ ഭയപ്പാടിന് വിടുതൽ, നിന്റെ ജീവിതത്തിലെ കെട്ടുകൾ അഴിക്കപ്പെടുകയാണ്. നിന്റെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങൾക്കും പ്രതിവിധിയായി ഇതാ എൻ്റെ സ്വർഗത്തിലെ ദൈവം ആണിപ്പാടുകളേറ്റ് പിടയുകയാണ്, മരക്കുരിശിൽ പിടഞ്ഞ് കരയുകയാണ്. അവൻ്റെ അടിപ്പിണരുകളാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇനി നീ ആരെ ഭയപ്പെടണം? ഇനി നീ ആരെ പേടിക്കണം? നിൻ്റെ ജീവിതത്തിൽ ശത്രുവില്ല. അതേ പ്രിയപ്പെട്ടവരെ, നീ ഒന്ന് ശിരസ്സുയർത്തി നോക്കണം. എവിടേക്ക് നോക്കണം? കാൽവറിയുടെ അത്യുന്നതങ്ങളിലേക്ക് നോക്കണം. എന്താണ് അവിടെ കാണുന്ന കാഴ്ച? കാൽവറിയുടെ അത്യുന്നതങ്ങളിൽ എൻ്റെയും
നിൻ്റെയും മധ്യത്തിലാണ്. രണ്ട് കള്ളന്മാരുടെ അല്ല പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിൻ്റെയും മധ്യത്തിൽ ലോകരക്ഷിതാവായ യേശു ക്രിസ്തു തൂങ്ങി നിൽക്കുകയാണ്. അതേ പ്രിയപ്പെട്ടവരെ, ഈ യേശു ക്രിസ്തു ഇപ്പോഴും കാൽവരി കുരിശിൽ തന്നെയാണോ? അവന് അവിടെയല്ല സുഖമായ വാസസ്ഥലം. നമുക്കറിയാം, അവന് നിൻ്റെ ഉള്ളം വേണം. അവന് നിൻ്റെ ഉള്ളം വേണം. നിൻ്റെ ഉള്ളത്തിലേക്ക് അവനെ ഒന്ന് സ്വീകരിക്കുവാൻ കാൽവരി കുരിശിൻ്റെ ഉന്നതങ്ങളിലേക്ക് നിൻ്റെ ശിരസ്സൊന്ന് ഉയർത്തി നോക്കണം. നിൻ്റെ സകല വേദനകൾക്കും സകല ഭാരങ്ങൾക്കും സകല രോഗങ്ങൾക്കും അവൻ അടിപ്പിണരുകൾ ഏറ്റുപിടയുകയാണ്. നിനക്ക് ലഭിക്കേണ്ടതായ ചാട്ടവാറടികളാണ്, നിനക്ക് ലഭിക്കേണ്ടതായ കുന്തത്താലുള്ള കുത്താണ്, നിനക്ക് ലഭിക്കേണ്ടതായ മുൾക്കിരീടമാണ്, നീ കുടിക്കേണ്ടതായ കയ്പുനീരാണ് എൻ്റെ നാഥൻ കുടിച്ചത്. അതേ, നീ അവങ്കലേക്ക് നോക്കണം. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 29-ാം വാക്യത്തിലൂടെ സ്നാപക യോഹന്നാൻ ഒരു വലിയ കാഴ്ച നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നുണ്ട്. ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ആ കാഴ്ച നിനക്ക് കാണാമോ? അതേ, നീ അവങ്കലേക്ക് നോക്കണം. സങ്കീർത്തനക്കാരൻ 34-ാം സങ്കീർത്തനത്തിലൂടെ നമ്മളോട് പറയുകയാണ്. 34-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതില്ല, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. പ്രിയപ്പെട്ടവരെ, നീ ഒന്ന് ശിരസ്സുയർത്തി നോക്കണം. നീ ഒന്ന് തല ഉയർത്തി നോക്കണം. നിന്റെ പ്രശ്നങ്ങളിൽ കുനിഞ്ഞിരിക്കാതെ, നിന്റെ വേദനകളിൽ തളർന്നിരിക്കാതെ, നിന്റെ രോഗഭാരങ്ങളിൽ തകർന്നു പോകാതെ നീ ഒന്ന് ഉന്നതങ്ങളിലേക്ക് ശിരസ്സുയർത്തണം. ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന, എൻ്റെയും നിൻ്റെയും പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ലേവ്യ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ ശിരസ്സു കുനിച്ച്, അതേ, ആ യേശുനാഥൻ, ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന മുൾക്കിരീടം ധരിച്ച ആ കുഞ്ഞാട് കാൽവരിയുടെ അത്യുന്നതങ്ങളിൽ പെടയുമ്പോൾ അവങ്കലേക്ക് നിനക്കൊന്ന് നോക്കാം. പ്രിയപ്പെട്ടവരെ, റോമാലേഖനം 3-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ തിരുവചനം നമ്മളെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുകയാണ്. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകേണ്ടതിന് ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ തിരുവചന ചിന്തയിൽ എന്നോടൊപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട അനുയാത്രകരെ, നിങ്ങളോടാണ് ദൈവത്തിൻ്റെ ജീവനുള്ള വചനം റോമാലേഖനത്തിലൂടെ പറയുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകേണ്ടതിന് ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. അതെ, നിനക്കൊന്ന് ശിരസ്സുയർത്തി നോക്കാം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ അബ്രഹാം ശിരസ്സുയർത്തി നോക്കിയതുപോലെ, പ്രിയപ്പെട്ടവരെ, ദൈവാലയത്തിലെ ഭണ്ഡാരത്തിലേക്ക് വഴിപാട് സമർപ്പിച്ച ആ ദരിദ്രയായ സ്ത്രീ സമർപ്പിച്ച 2 ചില്ലിക്കാശിലേക്ക് തലയുയർത്തി യേശുനാഥൻ നോക്കിയതുപോലെ, അതേ പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തി പുസ്തകം 33-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ യാക്കോബ് ശിരസ്സുയർത്തി നോക്കിയതുപോലെ, 33-ന്റെ 6-ൽ ഏശാവ് ശിരസ്സുയർത്തി നോക്കിയതുപോലെ നിനക്കും ഒന്ന് ശിരസ്സുയർത്തി നോക്കാം. റോമാലേഖനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. റോമാലേഖനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകേണ്ടതിന് ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഈ ലോകത്തിൻ്റെ മധ്യത്തിൽ കാൽവരിയുടെ അത്യുന്നതങ്ങളിൽ പരസ്യമായി നിർത്തിയിരിക്കുന്ന, നിന്റെ പ്രശ്നത്തിൻ്റെ പരിഹാരകനായ, നിന്റെ രോഗത്തിൻ്റെ സൗഖ്യദായകനായ, നിന്റെ സകല കെട്ടുകളെയും അഴിക്കുന്ന ആ യേശു ക്രിസ്തുവിങ്കലേക്ക് നിനക്കൊന്ന് ശിരസ്സുയർത്തി നോക്കാം. അതേ, കാൽവരിയുടെ അത്യുന്നതങ്ങളിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന തങ്കച്ചോരയിൽ നിന്റെ പാപത്തിന് പരിഹാരമുണ്ട്. കാൽവരി കുരിശിൽ നിന്നൊഴുകിയിറങ്ങുന്ന തങ്കച്ചോരയിൽ നിന്റെ പ്രശ്നത്തിന് പരിഹാരമുണ്ട്. അതെ, അവൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നീ ഒന്ന് ശിരസ്സുയർത്തി നോക്കുവാൻ, ലോകത്തിൻ്റെ മധ്യത്തിൽ കുരിശിൽ പടയുന്ന യേശുവിങ്കലേക്ക് നിന്റെ നയനങ്ങൾ ഉയർത്തി നോക്കുവാൻ, നിന്റെ ആ കാഴ്ച ഹൃദയത്തിലൊന്ന് സ്വീകരിക്കുവാൻ ഈ തിരുവചന യാത്ര മുഖാന്തരമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ആശംസിച്ച് തിരുവചന ശുശ്രൂഷയിൽ നിന്ന് വിരമിക്കുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് വചനം പങ്കുവെച്ച ദൈവത്തിൻ്റെ വിലയേറിയ ദാസന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ബ്രദർ ഷൈജൻ അകപ്പറമ്പ് വളരെ ആത്മനിറവിൽ വചന ശുശ്രൂഷ നിർവഹിച്ചു. നമുക്ക്
ആ മകനെയും കുടുംബത്തെയും സമർപ്പിക്കാം. കേട്ട വചനം നഷ്ടപ്പെട്ടു പോകരുതപ്പാ. 10, 30, 60, 100 മേനിയെ ഫലം കാക്കാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അബ്രാഹാം തലയുയർത്തി നോക്കിയപ്പോൾ ഒരു ആട്ടുകൊറ്റൻ കെട്ടപ്പെട്ട് കിടക്കുന്നത് കണ്ടു. ആ ആട്ടുകൊറ്റനെ അഴിച്ചു കൊണ്ടുവന്ന് തൻ്റെ പൊന്നോമന മകന് പകരം ബലിയർപ്പിച്ചു. ഹല്ലേലൂയ. കാൽവറി ക്രൂശിൽ ഇതാ ഒരു കുഞ്ഞാട് നമുക്ക് വേണ്ടി കെട്ടപ്പെട്ടവനായി കിടക്കുകയാണ്. അവസാനത്തുള്ളി രക്തവും ഊറ്റിത്തന്നു. നമ്മുടെ കെട്ടുകൾ, പാപത്തിൻ്റെ കെട്ടുകൾ, പൈശാചികമായ കെട്ടുകൾ, രോഗത്തിൻ്റെ കെട്ടുകളെല്ലാം അഴിക്കാൻ യേശു നമുക്ക് വേണ്ടി പ്രാണനെ വെടിഞ്ഞു. ആ ശിരസിലേക്ക്, ആ കാൽവറി ക്രൂശിലെ ശിരസിലേക്ക്, ആ മുഖത്തേക്ക് നമുക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തി നോക്കിയിട്ട്, അപ്പാ, അങ്ങയോടും സ്വർഗത്തോടും ഞാൻ പാപം ചെയ്തു എന്ന് പറഞ്ഞ് ആഴമായി അനുദപിച്ച് നിലവിളിക്കുവാൻ ഈ നോമ്പിൻ്റെ നാളുകളിൽ നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനം 35, 34, 5 അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഹല്ലേലൂയ. പാപിനിയായ സ്ത്രീ യേശുവിൻ്റെ പാദാരവിന്ദത്തിൽ വന്ന് ആ പാദം കെട്ടിപ്പിടിച്ച് അവളുടെ കണ്ണുനീരുകൊണ്ട് ആ കാലുകൾ കഴുകി ആഴമേറിയ അനുതാപത്തോടെ തലമുടി കൊണ്ട് തുവർത്തി. ഹല്ലേലൂയ. നമുക്ക് ഈ നാളുകളിൽ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് ഉയരാൻ ആഴമായി അനുദപിക്കാം. ദൈവമക്കളെ, ഇന്നത്തെ തിരുവചനാഗ്നി ധ്യാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ദൈവത്തിൻ്റെ വിലയേറിയ ദാസന്മാർ മിനുവും ഷാരോനുമാണ്. ഷാരോൺ ആൻഡ് മിനു. ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദാനമായി നൽകിയ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം ആ കുടുംബത്തെ അളവില്ലാതെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്ത ബുധനാഴ്ച ആന്തരിക സൗഖ്യ ധ്യാനം ആരംഭിക്കുകയാണ്. ദൈവമക്കളെ, അവധിക്കാലമാണ്. കുടുംബമായി വന്ന് ധ്യാനം കൂടാൻ സാധിക്കുന്നവരെല്ലാം കടന്നു വന്ന ധ്യാനത്തിൽ സംബന്ധിക്കണമേ. എല്ലാ ശനിയാഴ്ചത്തെയും ധ്യാനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ തിരുവചനാഗ്നി ധ്യാനം, എവൻഗേലിയോൻ സന്ദേശം, ഓൺലൈനിലുള്ളതെല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, കരുണ തോന്നണമേ. അഭിനന്ദ പിതാവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശക്തിയും ആരോഗ്യവും എല്ലാം നൽകണമേ കർത്താവേ. ഹല്ലേലൂയ. ധ്യാനകേന്ദ്രത്തിൻ്റെ ചുമതലയുള്ള ആചാര്യന്മാരെയും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും ഇവിടുത്തെ സകല ശുശ്രൂഷകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിപൂർണമാക്കുന്ന പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നിങ്ങളെല്ലാവരുടെ മേലും, നമ്മളോർത്ത് പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേൽ, സമർപ്പിച്ച വിഷയങ്ങളുടെ മേൽ ഇന്നും എന്നും എല്ലാ നാളും വർദ്ധിക്കുമാറാകട്ടെ. ആമീൻ.